യേശു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. യേശു ക്രിസ്തു താൻ ദൈവമാണ് എന്ന് വ്യക്തമായി അതേ വാക്യത്തിൽ പറഞ്ഞില്ലെങ്കിലും തൻ്റെ പല അത്ഭുതങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും താൻ സൃഷ്ടാവാണെന്ന് തെളിയിച്ചതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം മാത്രം ചെയ്ത കാര്യങ്ങൾ പുതിയ നിയമത്തിൽ യേശു ചെയ്യുന്നതായി നാം വായിക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന അധികാരങ്ങൾ യേശു ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. ഉദാഹരണത്തിന് മരണത്തിന്മേലുള്ള അധികാരം, പാപമോചനത്തിനായുള്ള അധികാരം, പ്രകൃതിയിന്മേലുള്ള അധികാരം എന്നിവ അവയിൽ ചിലതു മാത്രം. യേശു ആരാണെന്നും അവൻ്റെ അത്ഭുതങ്ങൾ പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നും സൃഷ്ടി അവൻ്റെ മഹത്വത്തിന് എങ്ങനെ സാക്ഷ്യം വഹിക്കുന്നുവെന്നും നമുക്ക് ഇനി വരുന്ന ചില പോഡ്കാസ്റ്റുകളിലൂടെ ചിന്തിക്കാം. യേശുവിൻ്റെ അത്ഭുതങ്ങൾ വെറും കരുണയുടെയും ദയയുടെയും രോഗശാന്തിയുടെയും പ്രവൃത്തികളല്ലായിരുന്നു. അവ യേശുവിൻ്റെ ദൈവീകതയുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു അത്ഭുതമായിരുന്നു മത്സ്യത്തിൻ്റെ വായിലെ നാണയത്തിൻ്റെ കഥ. യേശുവിൻ്റെയും പത്രോസിൻ്റെയും ജീവിതത്തിൽ നടന്ന ഈ അത്ഭുതം നമ്മെ എന്ത് പഠിപ്പിക്കുന്നുവെന്ന് നോക്കാം. ഇതിനാസ്പദമായ വചനം വായിക്കാം. മത്തായി 17-ാം അധ്യായത്തിന്റെ 27 വായിക്കാം. അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. യേശു ഇത് പത്രോസിനോട് പറയുവാൻ ഉണ്ടായ കാരണവും അതിൻ്റെ പശ്ചാത്തലവും നോക്കാം. ദൈവാലയ പരിപാലനത്തിനായി ഓരോ യഹൂദനും വർഷം തോറും 1/2 ശെക്കേൽ ദൈവാലയ നികുതി പണമായി നൽകണമായിരുന്നു. പുറപ്പാട് 30-ാം അധ്യായത്തിൽ ആരംഭിച്ച ഒരു നിയമമായിരുന്നു ഇത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 13 വായിക്കാം. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് 1/2 ശെക്കേൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം. മോശയുടെ കാലത്തിലെ ഈ 1/2 ശെക്കേൽ സമർപ്പണവും യേശുവിൻ്റെ കാലത്തിലെ ദൈവാലയ നികുതിയും ഒന്നല്ല എങ്കിലും അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണുവാൻ കഴിയും. പഴയ നിയമത്തിലെ പാപപരിഹാര വിലയായ 1/2 ശെക്കേൽ സമർപ്പണം പിൽക്കാലത്ത് വാർഷിക ദൈവാലയ നികുതിയായി മാറി. മത്തായി 17-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന്. പത്രോസ് മറുപടി പറഞ്ഞു. ഒരിക്കൽ യേശുവും പത്രോസും കഫർനഹൂമിൽ എത്തിയപ്പോൾ നികുതി പിരിവുകാർ പത്രോസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ക്ഷേത്രനികുതി കൊടുക്കുന്നില്ലയോ? ഈ ചോദ്യം നികുതി പിരിവുകാർ പത്രോസിനോട് ചോദിക്കുമ്പോൾ യേശു പത്രോസിനോടൊപ്പം ഇല്ലായിരുന്നു. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ പത്രോസ് ഇക്കാര്യം യേശുവിനോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ പത്രോസ് എന്തു പറയുവാൻ വേണ്ടിയാണ് വന്നതെന്ന് യേശുവിന് മനസ്സിലായി. അത്തിവൃക്ഷത്തിന്റെ കീഴിലിരുന്ന നഥാനിയേലിനെ യേശു കണ്ടതുപോലെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാതെ തന്നെ നികുതി പിരിവുകാരുടെ ചിന്തയും സംഭാഷണവും സാഹചര്യങ്ങളും യേശു അറിഞ്ഞു. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു ഗുണമായിരുന്നു ഇത്. രാജാക്കന്മാർ ചുങ്കം പിരിക്കുന്നത് അന്യരിൽ നിന്നായതുകൊണ്ട് പുത്രന്മാർ നികുതി നൽകുവാൻ ബാധ്യസ്ഥരല്ല എന്ന് യേശു പത്രോസിനോട് പറയുന്നു. അതായത് മക്കൾ നികുതി കൊടുക്കേണ്ടതില്ല. ഈ നികുതി ദൈവാലയത്തിനുള്ളതാണ്. യെരുശലേം ദൈവാലയം തൻ്റെ പിതാവിൻ്റെ ഭവനമാണെന്ന് ഒന്നിൽ കൂടുതൽ തവണ യേശു പറയുന്നതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അവയിൽ നിന്നും ചില വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16 വായിക്കാം. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഇവിടെ യേശു താനാണ് ദൈവപുത്രൻ എന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു സാധാരണ യഹൂദൻ ഒരിക്കലും ഇങ്ങനെ പറയാറില്ല. കാരണം ദൈവാലയം ദൈവത്തിൻ്റെതാണ്. യഹൂദർ ക്ഷേത്രനികുതി ദൈവത്തിനായി നൽകുന്നു. പക്ഷേ താൻ മകനായതിനാൽ ഈ നികുതിയിൽ നിന്നും സ്വതന്ത്രനാണെന്ന് യേശു അവകാശപ്പെടുന്നു. കാരണം പിതാവ് പുത്രനിൽ നിന്നും നികുതി ഈടാക്കാറില്ലല്ലോ. ഈ ആലയം എൻ്റെ പിതാവിൻ്റെ ഭവനമാണെങ്കിൽ
അത് എന്റെയും ഭവനമാണ്. താനാണ് ആലയത്തിന്റെ യഥാർത്ഥ അവകാശി. മറ്റൊരിക്കൽ യേശു ഇങ്ങനെ പറയുകയുണ്ടായി. മത്തായി 12-ാം അധ്യായത്തിന്റെ 6 വായിക്കാം. എന്നാൽ ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു യഹൂദന് യെരുശലേം ദൈവാലയം ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ സ്ഥലമായിരുന്നു. ആ വിശുദ്ധ ആലയത്തേക്കാൾ വലിയവൻ താനാണെന്ന് പറഞ്ഞത് ആലയത്തിന്മേലുള്ള തന്റെ അധികാരത്തെ വ്യക്തമാക്കുന്നു. ദൈവാലയത്തിന്റെ അവകാശിയും ദൈവാലയത്തേക്കാൾ വലിയവനോടുമാണ് തങ്ങൾ നികുതി ചോദിക്കുന്നുവെന്ന് നികുതി പിരിവുകാർ അറിഞ്ഞില്ല. മത്തായി 17:27. അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. നികുതി അടച്ചില്ലെങ്കിൽ താൻ നിയമലംഘകനാണെന്ന് അവർ കരുതും. നിയമം ലംഘിക്കുന്നതിനാൽ താൻ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നുവെന്ന് അവർ പറയും. അതിനാൽ ഇവിടെ യേശു ദൈവാലയത്തിന്മേലുള്ള തന്റെ അധികാരത്തെ മാറ്റിവെച്ച് ദൈവപുത്രൻ എന്ന പദവി മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നികുതി കൊടുക്കുവാൻ തയ്യാറാകുന്നു. പക്ഷേ യേശുവിന്റെ കയ്യിൽ നികുതി അടയ്ക്കുവാനുള്ള പണം ഉണ്ടായിരുന്നില്ല. ഇവിടെ യേശു പറയുന്നു, ശിമയോനെ, നീ പോയി ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ നാണയം ഉണ്ടാകും. ആ പണം എനിക്കും നിനക്കും നികുതി അടയ്ക്കാൻ മതിയാകും. മത്സ്യത്തിന്റെ വായിലെ നാണയം ഒരു ചെറിയ അത്ഭുതം പോലെ നമുക്ക് തോന്നിയേക്കാം. ഇത് യേശുവിനെ സൃഷ്ടിക്കുമേലുള്ള അധികാരത്തെയും ദൈവീകത്വത്തെയും വെളിപ്പെടുത്തുന്നു. മത്സ്യത്തിന്റെ വായിലെ നാണയ സംഭവം എങ്ങനെ യേശു സൃഷ്ടാവാണെന്ന് തെളിയിക്കുന്നുവെന്ന് നോക്കാം. പത്രോസിന്റെ ചൂണ്ടയിൽ കുടുങ്ങുന്ന ആദ്യ മത്സ്യത്തിന്റെ വായിൽ നികുതിക്കുള്ള പണം ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞതിന്റെ കാരണം മത്സ്യത്തിനെ പത്രോസിന്റെ ചൂണ്ടയിലേക്ക് എത്തിച്ചത് യേശു തന്നെ ആയിരുന്നതുകൊണ്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കടലിലെ മത്സ്യങ്ങൾ യേശുവിനെ അനുസരിക്കുന്നു. സൃഷ്ടിയിന്മേലുള്ള തന്റെ അധികാരത്തെ യേശു ഇവിടെ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 8-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ വായിക്കാം. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സകലത്തെയും അവന്റെ കാൽ കീഴെയാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഈ സങ്കീർത്തനം ക്രിസ്തുവിന്റെ പരമാധികാരത്തിന്റെ നിഴലും പ്രവചനവുമായിരുന്നു. ദൈവത്തിന് മാത്രമേ പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ചെങ്കടൽ പിളർന്നതും കാക്ക ഏലിയാവിന് ഭക്ഷണം കൊണ്ടുവന്നതും മഹാമത്സ്യം യോനായെ വിഴുങ്ങിയതും ദൈവത്തിന്റെ കൽപ്പന പ്രകാരമായിരുന്നു. ആ സംഭവങ്ങളെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഇവിടെ ആ അധികാരം യേശു ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. യേശുവിന്റെ കൽപ്പന മത്സ്യം അനുസരിക്കുന്നു. ഒരിക്കൽ യേശു അത്തിവൃക്ഷത്തെ ശപിച്ച് നശിപ്പിച്ചതും കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കി എന്നതും നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അതായത് സൃഷ്ടി യേശുവിന്റെ വാക്കിന് കീഴടങ്ങുന്നു. യേശുവിന് നികുതി കൊടുക്കുവാൻ പണമില്ലാതിരുന്നിട്ടും കടലിൽ നിന്നും നികുതിക്കുള്ള പണമടയ്ക്കുവാൻ യേശുവിന് കഴിഞ്ഞു. യേശുവിന് ഭൂമിയിൽ സമ്പത്ത് സ്വന്തമായില്ലെങ്കിലും സൃഷ്ടിയുടെ എല്ലാം അവന്റെ അധികാരപരിധിയിലാണ്. കടലിലെ മത്സ്യങ്ങൾ പോലും യേശുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ അവൻ സൃഷ്ടാവായ ദൈവം തന്നെയാകുന്നു. സമുദ്രജീവികൾ പോലും യേശു ആരാണെന്ന് തിരിച്ചറിയുന്നു. യേശു ആരാണെന്ന തിരിച്ചറിവിൽ അവ യേശുവിനെ ബഹുമാനിക്കുന്നു. അവർ യേശുവിനു വേണ്ടി കരമടയ്ക്കുവാൻ തയ്യാറാകുന്നു. ദൈവം യോനായോട് നിനവയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവൻ തർശീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ യോനായെ വിഴുങ്ങുവാൻ ഒരു മഹാമത്സ്യത്തോട് കൽപ്പിച്ചപ്പോൾ മത്സ്യം ദൈവത്തെ അനുസരിച്ചു. യോനായെ 3 ദിവസം തന്റെ ഉദരത്തിൽ സൂക്ഷിക്കുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ മഹാമത്സ്യം അനുസരിച്ചു. 3-ാം ദിവസം യോനായെ ഛർദ്ദിക്കുവാൻ കൽപ്പിച്ചപ്പോൾ മത്സ്യം അങ്ങനെ ചെയ്തു. കാറ്റിനോടും തിരമാലയോടും യേശു ശാസിച്ചപ്പോൾ അവ യേശുവിനെ അനുസരിച്ചു. എല്ലാ സൃഷ്ടികളും യേശുവിനെ അവരുടെ ദൈവവും പരിപാലകനും സംരക്ഷകനുമാണെന്ന് അംഗീകരിക്കുന്നു. നിർജീവമായ വസ്തുക്കളേക്കാൾ മിടുക്കരാണെന്ന് കരുതപ്പെടുന്ന മൃഗങ്ങളേക്കാൾ ബുദ്ധിമാരാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യർക്ക് മാത്രം യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല.